തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കുന്നതിൽ നിന്നും CPIM പിന്നോട്ട്. ശ്യാമളയ്ക്ക് പകരം MV ജയരാജനെ പരിഗണിച്ചേക്കും. അന്തിമ തീരുമാനം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നും ഉണ്ടാകും. പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് തീരുമാനം. വിശദാംശങ്ങളുമായി നിഖിൽ ചേരുന്നു. നിഖിൽ, ഇതിപ്പോൾ ഔദ്യോഗികമായിട്ട് പി.കെ. ശ്യാമളയാണ് സ്ഥാനാർത്ഥി എന്ന് പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത്തരത്തിൽ അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും എളുപ്പമാണ്. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റ് അവരുടെ പേരായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. ആ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തി എന്ന് മറ്റുള്ള വാർത്തകൾ ഇന്നലെ വരികയും ചെയ്തതാണ്. പക്ഷേ ചെറിയ മട്ടിൽ വിമർശനം ഉയർന്നപ്പോൾ തന്നെയും അക്കാര്യത്തിൽ പിന്നോട്ട് പോകാം എന്ന നിലപാടിലേക്ക് പാർട്ടിയുടെ നേതൃത്വം എത്തി എന്നാണോ നമ്മൾ കാണേണ്ടത്? സനീഷ്, ഏതായാലും ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിക്കുകയും അതിലെ ഓരോ സ്ഥാനാർത്ഥിയുടെയും വിവരങ്ങൾ പുറത്തുവരികയും ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ നടന്നത് തളിപ്പറമ്പിലെ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു. വലിയ വിമർശനങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം ഈ കുടുംബാധിപത്യം എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തുന്നു. അതിനൊപ്പം ഈ പി.കെ. ശ്യാമളയ്ക്കെതിരെ നേരത്തെ ഉണ്ടായിരുന്ന ആന്തൂരിലെ വ്യവസായി സാജന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതെല്ലാം തന്നെ ചർച്ചയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം കണക്കിലെടുത്ത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ CPIMന്റെ പാർട്ടി അംഗങ്ങൾ തന്നെ പരസ്യമായി രംഗത്തെത്തുകയും പി.കെ. ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കരുത്, അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന രീതിയിൽ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, നേരത്തെ തന്നെ പി.കെ. ശ്യാമളയുടെ പേര് ചർച്ചയാകുന്ന ഘട്ടത്തിൽ ഈ CPIMന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. അതെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് തളിപ്പറമ്പ് മണ്ഡലം. ആന്തൂരായാലും മയ്യിൽ, മലപ്പട്ടം പോലുള്ള പ്രദേശങ്ങളായാലും എല്ലാം തന്നെ CPIMന് ഏറ്റവും ശക്തിയുള്ള CPIMന്റെ പാർട്ടി സംവിധാനം മാത്രമുള്ള സ്ഥലങ്ങൾ എന്ന് പറയാവുന്ന പ്രദേശങ്ങളാണ്. അവിടെ പോലും ഈ പാർട്ടിയുടെ ബ്രാഞ്ച് തലങ്ങളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരം പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ, ഈ ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ വലിയ ഒരു വിമർശനം ഉയർത്തിയിരുന്നു. പലരും പരോക്ഷമായെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യമൊക്കെ രൂപപ്പെട്ടിരുന്നു. മാത്രമല്ല, ഈ ലോക്കൽ കമ്മിറ്റികളും തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ പി.കെ. ശ്യാമളയാണ് തളിപ്പറമ്പിൽ എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി അത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ തളിപ്പറമ്പിൽ ഒരു റിസ്കിന് നിൽക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് CPIM പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വ്യാപകമായ രീതിയിൽ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പുനരാലോചന നടത്താൻ CPIM തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അന്തിമ തീരുമാനമെടുക്കുക. പി.കെ. ശ്യാമളയെ മാറ്റാൻ തീരുമാനിച്ചാൽ പകരം പരിഗണിക്കുന്ന പേര് MV ജയരാജൻ്റേതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ചർച്ചകളിൽ തളിപ്പറമ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പേര് MV ജയരാജൻ്റേതാണ്. MV ജയരാജനെ മത്സരിപ്പിച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു എതിർപ്പ് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ് CPIM പ്രതീക്ഷിക്കുന്നത്. ആ നിലയ്ക്ക് കാര്യങ്ങൾ ചർച്ച പോകുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തളിപ്പറമ്പിൽ ഇപ്പോൾ ആര് മത്സരിച്ചാലും ജയിക്കാവുന്ന ഒരു മണ്ഡലം എന്ന നിലക്കാണല്ലോ CPIM കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആര് മത്സരിച്ചാലും, ഏത് നേതാവ് മത്സരിച്ചാലും ജയിക്കുന്ന ഉറച്ച ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ് എന്നാണ് അവർ കണക്കാക്കുന്നത്. പി.കെ. ശ്യാമളയാണെങ്കിൽ അവരുടെ നേതൃതലത്തിൽ തന്നെയുള്ള മറ്റ് ഭരണഘടനാ പദവികൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രാദേശിക ഭരണ തലപ്പത്തുള്ള പദവികൾ വഹിച്ച ആൾ കൂടെയാണ്. MB ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്ന നിലക്ക് മാത്രമല്ല അവരുടെ രാഷ്ട്രീയ അസ്തിത്വമുള്ളത്. അതുകൊണ്ട് തന്നെ മത്സരിപ്പിച്ചാലും അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും പാർട്ടിക്ക് സാധിച്ചേനെ. പക്ഷേ ഈ സംസ്ഥാന വ്യാപകമായിട്ടൊരു പക്ഷേ ഇതൊരു ചർച്ചയാകും. തളിപ്പറമ്പിൽ വിജയത്തെ ബാധിക്കുകയൊന്നുമില്ലെങ്കിലും സംസ്ഥാന വ്യാപകമായിട്ട് ഇത് ഒരു ബന്ധുരാഷ്ട്രീയം എന്നതൊരു ചർച്ചയായിട്ട് വരും എന്നതായിരിക്കുമല്ലോ ഒരുപക്ഷെ അവരെ ഇതുമായി ബന്ധപ്പെട്ടൊരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ തീരുമാനം തന്നെയായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരിക എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും സനീഷ്, ആ നിലയ്ക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞതുപോലെ ഈ ബന്ധു എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് പി.കെ. ശ്യാമള ടീച്ചറുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരിക്കലും തള്ളിക്കളയാനാവുന്നതല്ല. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, ആന്തൂരിലും തളിപ്പറമ്പിലും നഗരസഭാ ചെയർപേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രവർത്തന പാരമ്പര്യം അവർക്കുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അവിടെ ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്ന രീതിയിലുള്ള പ്രചാരണം വരുന്നതോടുകൂടി ഈ പറഞ്ഞതുപോലെ സംസ്ഥാന തലത്തിലാകെ CPIM അങ്ങനെ ബന്ധുക്കളെ പിന്തുടർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ് എന്നൊരു പ്രചാരണം നടത്തപ്പെടും. അത് ദോഷം ചെയ്യും എന്ന വിലയിരുത്തൽ സ്വാഭാവികമായും ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആവണം ഇങ്ങനെ ഒരു പുനർചിന്തയിലേക്ക് പോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷെ അതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടത് തളിപ്പറമ്പ് ഈ പറഞ്ഞതുപോലെ ഇടതിൻ്റെ കോട്ടയാണ്, ഇടതുപക്ഷം ഒരിക്കലും തോൽക്കാൻ ഇടയില്ലാത്ത മണ്ഡലമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ തളിപ്പറമ്പിൽ ഈ പറഞ്ഞതുപോലെ
പോലെ LDF-ന് ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യമുണ്ട്. UDF-ന് വലിയ രീതിയിൽ ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല അവിടെ ഇപ്പോൾ UDF വളരെ സജീവമായി പരിഗണനയുള്ള പേര് VP അബ്ദുൾ റഷീദാണ്. അബ്ദുൾ റഷീദ് വലിയ രീതിയിൽ വോട്ട് പിടിക്കും എന്ന രീതിയിൽ CPM-നകത്ത് തന്നെ ചില ആളുകളൊക്കെ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് CPIM-ലെ ഒരു വിഭാഗമെങ്കിലും പോകുന്നുമുണ്ട്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അവിടെ PK ശ്യാമള വരുമ്പോൾ പ്രവർത്തനത്തിൽ നിന്ന് തന്നെ മാറി നിന്നേക്കാം എന്ന രീതിയിൽ പ്രവർത്തകരിൽ ചിലർ ഒരു നിലപാട് എടുക്കുന്നു. അത് പരസ്യമായി പറയുന്നു. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ അത്തരം ചില പ്രവണതകൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഭൂരിപക്ഷം കുറയുന്ന ഒരു സാഹചര്യം വരും. തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിൽ ഇനി നേരിയ മാർജിനിലൊക്കെ വിജയിച്ചു പോകുന്ന ഒരു സാഹചര്യം വന്നാൽ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ഷീണമായി മാറും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ രണ്ട് കാര്യങ്ങളും പരിഗണിച്ച് തന്നെ ആയിരിക്കണം മാറ്റം എന്ന ഒരു ആലോചനയിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് തളിപ്പറമ്പെങ്കിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഈ തളിപ്പറമ്പിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ വളരെ ഉറച്ച മണ്ഡലം എന്നൊക്കെ പരിഗണിക്കാവുന്ന നിലയിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന് UDF പ്രവർത്തകരും UDF-ന്റെ ആളുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് അത്രക്കങ്ങോട്ട് എളുപ്പമല്ല. ഇപ്പോൾ നേരിയ ഭൂരിപക്ഷമായിട്ട് വിജയിച്ചാൽ പോലും നാണക്കേടാണ്. വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ആലോചിക്കേണ്ടുന്ന സാഹചര്യം കൂടെയുണ്ട് എന്നതായിരിക്കണം ഒരുപക്ഷെ അവരതിലേക്ക് പ്രേരിപ്പിച്ചത്. നിഖിലെ, മറ്റൊരു കാര്യമുള്ളത് പയ്യന്നൂരിൽ നിന്നാണ്. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ V കുഞ്ഞികൃഷ്ണൻ വന്നേക്കും എന്ന സൂചനകൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസിൽ അത് കണ്ടു. അപ്പോൾ ആ നിലക്ക് അദ്ദേഹം തുടക്കത്തിൽ CPIM-ഉമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന കാലത്ത് ഈ പറയുന്ന പുസ്തക പ്രകാശനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുണ്ടായി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനല്ല താനിത് പറയുന്നതെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേദിയിൽ ഉണ്ടാകും എന്നൊരു ചർച്ച പയ്യന്നൂരിനെ കേന്ദ്രീകരിച്ചുണ്ടോ? സനീഷ്, തീർച്ചയായും ആ നിലയ്ക്ക് പയ്യന്നൂർ കേന്ദ്രീകരിച്ച് ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥി ആയിട്ടല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഈ CPIM-ൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ളത് തന്നെയാണ്. അതിൽ സജീവ പരിഗണന V കുഞ്ഞികൃഷ്ണന്റെ പേരിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പേരുള്ളത് C വൈശാഖാണ്. നേരത്തെ CPM-ന്റെ കാര ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പിന്നീട് പാർട്ടിയുമായി തെറ്റുന്നു, നഗരസഭയിലേക്ക് മത്സരിക്കുന്നു, അവിടെ CPIM-നെ പരാജയപ്പെടുത്തി വിജയിക്കുന്നു. അങ്ങനെ ഈ വൈശാഖ് അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ എന്ന രണ്ട് പേരുകളാണ് ഇപ്പോൾ ഒരു സാധ്യതയായി നിൽക്കുന്നത്. ഏതായാലും TI മധുസൂദനൻ പയ്യന്നൂരിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി എത്തും എന്ന ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിൽ വിമത സ്ഥാനാർത്ഥി CPIM വിമതരുടെ ഒരു പ്രതിനിധി അവിടെ TI മധുസൂദനെതിരെ മത്സരിക്കും എന്നുള്ളതാണ് നിലവിൽ ഉള്ള ഒരു സാഹചര്യം. ആ നിലയ്ക്ക് തന്നെ ചർച്ചകൾ നടന്നു പോവുകയാണ്. TI മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടുകൂടി ഈ CPIM-ഉമായി അകന്നു നിൽക്കുന്ന ആളുകൾ അവരുടെ ഒരു പ്രതിനിധി മത്സരിക്കും. അതിൽ V കുഞ്ഞികൃഷ്ണൻ അല്ലെങ്കിൽ C വൈശാഖ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ മത്സരത്തിന് സന്നദ്ധത അറിയിക്കുന്നില്ല എങ്കിൽ വൈശാഖ് സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ ഇപ്പോഴും പറയുന്നത് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലല്ലോ, അപ്പോൾ താൻ നിലപാട് പറയാം എന്നുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയുന്നത് ഇതാണ്: സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഔദ്യോഗികമായി CPIM പ്രഖ്യാപിക്കട്ടെ, അപ്പോൾ എൻ്റെ നിലപാട് പറയാം എന്നുള്ളതാണ്. പക്ഷേ സനീഷ് സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ ഈ പുസ്തകം വരുന്നു എന്ന വാർത്ത വന്നപ്പോഴും പുസ്തക പ്രകാശനത്തിലുമൊക്കെ പറഞ്ഞത് തനിക്ക് തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ TI മധുസൂദനെതിരെ ഉള്ള ഒരു നീക്കം എന്ന രീതിയിൽ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്തായാലും വരാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പാകുന്ന കാര്യമാണ്. നന്ദി നിഖില, വിവരങ്ങൾക്ക്. പോകുന്ന നിലപാട് നന്ദി നിഖില, വിവരങ്ങൾക്ക്. എന്തായാലും കണ്ണൂർ